നെയ്യാറ്റിൻകരയിൽ ആളുകൾ തടിച്ചുകൂടിയത് നെയ്യാറ്റിൻകര ഭഗവാന് പൂരം കാണാനായിരുന്നില്ല. ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ ഇടം പിടിക്കാൻ വേണ്ടിയായിരുന്നു ആ തിരക്ക്. കേരളം ലജ്ജിച്ചു പോയ തിരക്ക്. മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ദാരിദ്ര്യത്തിന്റെ മുൻഗണനാ പട്ടികയിൽ സ്ഥാനം പിടിക്കാൻ നെയ്യാറ്റിൻകരയിൽ കണ്ട തിരക്ക് മാതൃകാ വികസന കേരളത്തിന് അപമാനകരമാണ്. ഈ കാഴ്ച സൃഷ്ടിച്ചത് ആരാണ്? റേഷൻ കാർഡുകളിൽ തിരുത്തിയും വെട്ടിയും അർഹരെ അനർഹരാക്കിയും അനർഹരെ അർഹരാക്കിയും പ്രതിഷ്ഠിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ജാഗ്രതാ കുറവെന്താണ്? 3 വർഷക്കാലം ഉറങ്ങിക്കിടന്നുവോ മുൻ സർക്കാർ? 12-1 ഭരണസമയം കഴിഞ്ഞിട്ടും റേഷൻ കാർഡിലെ പരാതികൾക്ക് വിരാമമാകാത്തത് എന്തുകൊണ്ട്? വെട്ടിയും തിരുത്തിയും റേഷൻ കാർഡ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി മുഹമ്മദ് അലി, KPCC സെക്രട്ടറി സി വി പ്രകാശ്, BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ TP ജയചന്ദ്രൻ, CPI ദേശീയ കൗൺസിൽ അംഗം ശ്രീ TV ബാലൻ, എഴുത്തുകാരനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രസിഡന്റുമായ ശ്രീ പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ, ഉപഭോക്തൃ സുരക്ഷാ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ TK അസീസ്, ഒപ്പം മുൻഗണനാ പട്ടികയിൽ സ്ഥാനം പിടിക്കാതെ പോയവരും റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ തന്നെ ബന്ധുക്കളായി എത്തിയവരുമടക്കമുള്ള പൊതുജനം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ അസീസ്, താങ്കൾ ഉപഭോക്തൃ സുരക്ഷാ സമിതിയുടെ ആളാണ്. നെയ്യാറ്റിൻകരയിൽ കണ്ട കാഴ്ച കേരളം ഒട്ടാകെ പല സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ലേ റേഷൻ കാർഡിൻ്റെ ഈ തിരുത്തലുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളുടെ ഇടയിൽ? തീർച്ചയായിട്ടും. കഴിഞ്ഞ 3 വർഷത്തോളമായി ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ഇവിടെ എല്ലാവരെയും ആരെയോ പേടിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സാധാരണക്കാരായ രാജ്യത്ത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം റേഷൻ ഒരു അനിവാര്യ ഘടകമാണ്. അത് കിട്ടുക എന്നത് പ്രധാനവുമാണ്. പക്ഷെ അത് മുൻഗണനാ പട്ടിക നിശ്ചയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ഗുണഫലങ്ങൾ അവർക്ക് സിദ്ധിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ നിയമം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാതെ പോകുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിക്കുക. അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ പരസ്പരം പഴിചാരുന്ന ആൾ കേൾക്കുന്നത് UDFൻ്റെ കാലത്ത് പൂർത്തീകരിക്കേണ്ടതായിരുന്നു എന്ന് LDFൻ്റെ കാലത്ത് പറയുന്നു. കേന്ദ്രത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് നടപ്പിലാക്കാതെ പോകുന്നതെന്ന് കേരള സർക്കാരിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നു. ആരെന്ത് പറഞ്ഞാലും ശരി, ഇതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുന്ന പാവങ്ങൾക്ക് ഇവരാരെയോ പേടിക്കുന്നു എന്നാണ് പറയുന്നത്. 2012-13 APL BPL തരംതിരിക്കേണ്ട സമയമായിരുന്നു. അത് 2015 വരെ നീട്ടിക്കൊണ്ടുപോയി. 2015 കഴിഞ്ഞ് 2016 ആയപ്പം ഇവിടെ ഗവൺമെൻറ് മാറ്റം വന്നു. ഇപ്പോൾ അന്ന് ഭരണപക്ഷത്തിരുന്നവർ എന്ത് ചെയ്യുന്നു? ഇന്ന് ഇതിനു വേണ്ടി ശബ്ദിക്കുന്നു. എൻ്റെ നാട്ടിൽ 3 സെൻറ്റ് ഭൂമിയുള്ള ഒരു പാവപ്പെട്ടവനുണ്ട്. അവൻ ഇന്നൊരു BP ലിസ്റ്റ് പറ്റില്ല. സർക്കാർ സർവീസ് ജോലി ഇരിക്കുക റിട്ടയർമെൻറ്റ് ചെയ്ത ആളുകൾ, അതോടൊപ്പം തന്നെ സാമ്പത്തിക മുന്നിലുള്ള ആൾക്കാർ മുഴുവൻ ലിസ്റ്റ് വന്നു. അതുപോലെ പല ജോലിയുള്ള ആൾക്കാർ ലിസ്റ്റ് ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എനിക്കറിയാം, ഇത്തരം പൈസ വാങ്ങുന്ന ആളുകൾ പൈപ്പറ്റ് തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും സൗകര്യം ഈ സർക്കാർ ഭാഗത്ത് ഉണ്ടാവുമോ എന്ന് എനിക്കറിയുന്നുണ്ട്. ഒരു പറയും ഇതിൽ അരിയില്ല, നിങ്ങൾ തിരിച്ച് മറ്റുള്ള കാർഡിലാണ് അരിയുള്ളത്, PPL കാർഡിലാണ് അരിയുള്ളത്, APL ഇല്ല. അപ്പം പഞ്ചസാര ഉണ്ടാവില്ല, മണ്ണെണ്ണ, ഒരു സാധനം ഉണ്ടാവില്ല. പ്രയോറിറ്റി ലിസ്റ്റിലാണോ വന്നിരിക്കുന്നത്? ഇപ്പോ APL പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ല. പിന്നെ വെച്ചാൽ അങ്ങനെയാണെന്ന് വെച്ചാൽ വരുമാനം നോക്കുകയാണെങ്കിൽ വീട്ടിൽ ഒരു വരുമാനവും ഇല്ല. ഉദ്യോഗസ്ഥരുണ്ടോ? സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടോ? ഇല്ല. പിന്നെ വെച്ചാൽ 2 സെന്റ് ഭൂമിയാണ് എന്നുള്ള അതിലൊരു വീടാണുള്ളത്. പഴയ 3-ാം വാർഡിൽ ഒരു 10 വർഷം മുമ്പ് കണക്കെടുക്കാൻ അവസരം കിട്ടിയിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് ജോലിയൊന്നുമില്ല. അന്ന് കണക്കെടുത്ത മാനദണ്ഡമൊക്കെ ഒരു ശരിയായ മാനദണ്ഡമായിരുന്നു. വീടില്ലാത്തവർക്ക് മാർക്ക്, കുറഞ്ഞ ഭൂമിയുള്ളവർക്ക് മാർക്ക്, 1 ഏക്കറുള്ളവർക്ക് മാർക്ക്, സുഖമില്ലാത്തവർക്ക് മാർക്ക്, അങ്ങനെ പലർക്കും മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഏത് അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അത് ഉണ്ടാക്കിയെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. ഞാൻ സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. അത് എൻ്റെ പഞ്ചായത്തിലും എൻ്റെ നാട്ടുകാർക്കും ഒക്കെ അറിയുന്നൊരു വിഷയം കൂടിയാണ്. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഷൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് വന്നതാണ്. മാർക്ക് കിട്ടിയിട്ടില്ല. വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഒരു ജോലി ശരിക്കും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളുകൾ ഒരുവിധം, അതായത് ഈ 1000 സ്ക്വയർ ഫീറ്റിന് മേലുള്ള ആളുകളും വീടുള്ള ആളുകളും അതേപോലെ തന്നെ 4 ചക്ര വാഹനമുള്ള ആളുകളൊക്കെ നേരത്തെ തന്നെ ഉൾപ്പെട്ട് അരി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. 20 കൊല്ലം മുമ്പേ വന്ന സിസ്റ്റത്തിൽ ഞാൻ 5 വർഷമായി ഞാൻ കാർഡ് എടുത്തിട്ട്. ഇപ്പം വന്ന ലിസ്റ്റിൽ ഞാനില്ല. എൻ്റെ ഉമ്മയുടെ കാർഡ് ഇതേപോലെ BPL കാർഡ്, BPL കാർഡാണ്. എൻ്റെ കാർഡ് ഇങ്ങനെയുള്ള കാർഡാണ്. അപ്പം ഇപ്പോൾ എൻ്റെ ഉമ്മക്ക് വന്ന ലിസ്റ്റിൽ ഈ കാർഡിൽ ഇനി ഈ അരി കിട്ടില്ല. അപ്പോൾ
പിന്നെ ഇനി 25 കിലോ അരി ഉള്ളത് അത് തന്നെ 14 കിലോ അരിയാണ് ഇനിയിപ്പം താഴെയുള്ള ആളുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം ഒരാൾക്ക് 135 ഗ്രാം എന്ന രീതിയിൽ മാത്രമേ അരി ഒരാൾക്ക് കിട്ടുന്നുള്ളൂ. ഈ 135 ഗ്രാം അരി മതിയോ ഒരാൾക്ക് ജീവിക്കാൻ ഒരു ദിവസം? ഒരു മാസക്കാലമായി ഇപ്പോൾ റേഷനരി തീരെ ഇല്ലാത്ത ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഒരു മാസമായിട്ട് ഒരു കിട്ടുന്നില്ല. മാസമായിട്ട് റേഷനരി കിട്ടുന്നില്ല. പാവപ്പെട്ട ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പാവപ്പെട്ട ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഈ അരി കിട്ടിയേ പറ്റൂ. എനിക്ക് തന്നെ അനുഭവത്തിലുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് സർക്കാർ ജോലി ഉള്ള 2 ആളുകളെ ഇപ്പം ഈ മുൻഗണനാ ലിസ്റ്റിലുണ്ട്. ഇതുപോലുള്ള ഒരുപാട് അപാകതകൾ ഇതിൽ കാണുന്നുണ്ട്. പറഞ്ഞോട്ടെ. താനൂര് ബീച്ചിലാണ്. അപ്പം അവിടെ ഞങ്ങൾ ബീച്ച് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും ഫിഷർമെൻസ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ വീട് തന്നെ നിങ്ങൾക്കറിയാം, ഓലമേഞ്ഞ വീടായിരിക്കും. എന്നാൽ ഞങ്ങളുടെ റേഷൻ കാർഡൊക്കെ APL ആയിരിക്കും. കൂടുതൽ സമയവും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലാണ് അവിടുത്തെ ആളുകൾ ജീവിക്കണേ. പക്ഷേ അവർക്ക് റേഷൻ കടയിൽ പോയാൽ അരി കിട്ടാത്ത അവസ്ഥയാണ്. പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം പറയാം. എൻ്റെ ഉപ്പൻ്റെ അനിയന്മാരും ഏട്ടന്മാരും എല്ലാവരും BPL ആണ്. പക്ഷെ ഞങ്ങൾ APL ആണ്. ചർച്ച നമ്മൾ ആരംഭിക്കുകയാണ്. ശ്രീ പ്രകാശ്, 4 ലക്ഷം പരാതികളാണ് ഇന്നലെ വൈകുന്നേരം വരെ കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും അടക്കം പരാതികളായി ലഭിച്ചിരിക്കുന്നത്. പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുണ്ടായിട്ടും ഉൾപ്പെടാതെ പോയവർ, അവർക്കൊക്കെ ആശങ്കയുണ്ട്. മുൻഗണനാ പട്ടികയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കുമ്പോൾ ഈ കുട്ടി പറഞ്ഞതുപോലെ ഒരുപാട് ആനുകൂല്യങ്ങളിൽ നിന്ന് തങ്ങൾ പോകുമോ എന്നുള്ള ഭയം. ഇത്രയേറെ പരാതികൾ ഉണ്ടാവാതെ നോക്കേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ചുമതലയാണ്. ഞങ്ങളിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സർക്കാരിൻ്റെ ചുമതലയാണ് എന്ന് പറയുമ്പോൾ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഭാഷ അതിൽ കാണരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാലാകാലങ്ങളായി കേരളം പോലുള്ള സംസ്ഥാനത്ത് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനത്തെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്ത് നമുക്കറിയാം അതൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. പിന്നെ ശരാശരി ഇവിടെ കാണുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളും ഒക്കെ നമ്മുടെ ദാരിദ്ര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ അവർ മോചിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം ഭരണകൂടങ്ങൾക്കുണ്ട്. മുൻകാല UDF ഗവൺമെന്റിലെ ഏറ്റവും ദുർബലമായ വകുപ്പായിരുന്നു സിവിൽ സപ്ലൈസ് വകുപ്പ് എന്നുള്ളതിന്റെ ചിത്രമാണോ നെയ്യാറ്റിൻകര താലൂക്കിൽ കണ്ടത്? അതിന്റെ കാരണം സർ, അതിന്റെ കാരണം 2013 സെപ്റ്റംബറിൽ വരുന്ന ദേശീയ ഭക്ഷ്യ നിയമം കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് തയ്യാറെടുപ്പുകളാണ് നടത്തിയത് എന്ന ചോദ്യത്തിന് മുന്നിൽ പല തവണ അനൂപ് ജേക്കബ് ഉയർത്തിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർ, നമ്മുടെ റേഷൻ കാർഡുകൾ, ഇവരുടെ കയ്യിൽ പുതുക്കി കിട്ടുന്ന റേഷൻ കാർഡുകൾ 2012 പുതുക്കി കിട്ടേണ്ടതായിരുന്നു. എന്തുകൊണ്ട് 2012 റേഷൻ കാർഡ് പുതുക്കിയില്ല? 2013 വന്ന ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിനു വേണ്ടി 2015 എന്തുകൊണ്ട് ജനുവരിയിൽ ഫോം അടിച്ചിറക്കി? ഈ സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം UDF ഗവൺമെന്റിന് വന്നാൽ എങ്ങനെ പ്രകാശ് മറുപടി പറയാം? ഞാൻ പറയാം. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം, ആ നിയമം പ്രാബല്യത്തിൽ വരുന്ന ഓൾ ഇന്ത്യ പാറ്റേണിലാണത് വരുന്നത്. ആ ഓൾ ഇന്ത്യ പാറ്റേണിൽ അത്തരമൊരു നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ കേരളം റേഷൻ വിതരണ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോയൊരു സംസ്ഥാനമാണ്. പിന്നെ അഖിലേന്ത്യാ മാനദണ്ഡങ്ങളും കേരളത്തിൻ്റെ മാനദണ്ഡങ്ങളും വളരെ വ്യത്യസ്തമാണ്. ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇവിടെ ലിസ്റ്റ് നിശ്ചയിക്കാൻ പോയി ഇവിടെ ആർക്കും BPL പട്ടികയിൽ കടന്നു വരാൻ പറ്റില്ല. എന്നാൽ അവരെക്കാൾ കടുത്ത ദാരിദ്ര്യം നമ്മുടെ ആളുകൾക്കുണ്ട് താനും. അപ്പോൾ ഈ തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതല്ല, കേരളത്തിൽ ഈ റേഷൻ സംവിധാനം വളരെ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ചുമതല കൂടി ഗവൺമെന്റിന് ഉള്ളത് കൊണ്ടാണ് ഇത് നീണ്ടുപോയത്. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിനെ ഇത് ധരിപ്പിച്ചത്? നിങ്ങളുടെ സമ്മർദ്ദം മൂലം KV തോമസ് ഇതിൽ വരുത്തിയ മാറ്റം എന്താണ്? മാറ്റത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. നടപ്പിലാക്കാൻ നടന്നില്ലല്ലോ. നടപ്പിലാക്കാൻ പ്രയോറിറ്റി ലിസ്റ്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് താലൂക്ക് വൈസ് വേണോ, സ്റ്റേറ്റ് വൈഡ്, ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് UDFന്റെ കാലത്ത് എന്ത് സാഹചര്യത്തിലും റേഷൻ കടകൾ അടഞ്ഞു കിടന്നിട്ടില്ല, അരി കിട്ടാതിരുന്നിട്ടില്ല. ആളുകളെ നോക്കുക, ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം. സമയം നീട്ടി ചോദിച്ചു, അത്ര തന്നെ. ശ്രീ ബാലൻ, ഭക്ഷ്യസുരക്ഷാ നിയമം ആലോചിക്കാതിരുന്നവർ ഇപ്പോൾ ഇതേക്കുറിച്ച് വലിയ ആവലാതികൾ പറയുന്നു, പ്രക്ഷോഭങ്ങൾ നടത്തുന്നു, റേഷൻ കടകൾ പ്രതിരോധിക്കുന്നു. ഇതൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള കഥയാണ്. അസംബന്ധമാണ്, നാടകമാണ്. റേഷൻ കടകൾ അടഞ്ഞു കിടന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട 5 മാസമായി UDF പ്രതിപക്ഷത്താണ്. ഞങ്ങൾക്ക് ആ യാഥാർത്ഥ്യം അറിയാം. ഞങ്ങൾ സമരത്തിന് പോയിട്ടില്ല. റേഷൻ കടകൾ അടഞ്ഞു കിടന്നപ്പോൾ അത് തുറക്കണം, അരി കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സാഹചര്യങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. 2 സർക്കാരുകളൊന്നുമില്ല. UPA സർക്കാരായിരുന്നു കേന്ദ്രത്തിൽ. അവർ കൊണ്ടുവന്ന ഒരു നിയമം 2013 ജൂലൈയിൽ നമ്മുടെ അസംബ്ലിയിലും അത് പാസ്സാക്കി. പിന്നീട് ഒരു കാര്യവും ചെയ്തില്ല, നിശബ്ദമായി നോക്കിയിരുന്നു. ശരിയാണ്, UDF ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചു. പക്ഷെ അപ്പോഴും പ്രേക്ഷകർക്കും നമ്മൾക്കും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ മുൻഗണനാ ലിസ്റ്റിൽ ഇത്രയധികം ക്രമക്കേടുകൾ എങ്ങനെ സംഭവിച്ചു? 4 ലക്ഷം പരാതികളാണ് 4 ദിവസം. ക്രമക്കേടുകളെ സംബന്ധിച്ച് സത്വരമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. അതിനെ സംബന്ധിച്ചുള്ള ഏർപ്പാടുകൾ വിവിധ സംവിധാനങ്ങൾ ഭക്ഷ്യസുരക്ഷാ
സംവിധാനത്തിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആദ്യം സപ്ലൈ ഓഫീസിലും അതുപോലെ റേഷനിങ് ഓഫീസിലും മാത്രമായിരുന്നു പരാതി സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ, വില്ലേജ് തലത്തിൽ എല്ലാം, അതുപോലെ ബഹുജന പ്രസ്ഥാനങ്ങൾ, വിവിധ സംഘടനകളെല്ലാം ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ട് ജനങ്ങളെ സഹായിക്കാൻ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായിട്ടുള്ള വലിയ ഒരു കൂട്ടായ്മ ഈ നിയമം അംഗീകരിച്ചു കൊണ്ടുവരുന്നതിന്, ഇത് പാസ്സാക്കിയെടുക്കുന്നതിന്. അതിനു മുമ്പ് നമ്മളോടൊപ്പം റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട്, ശ്രീ ടി മുഹമ്മദ് അലി. നവംബർ 5-ാം തീയതിക്ക് മുമ്പ് ഈ മുൻഗണനാ പട്ടികയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തീരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇത് സംസാരിക്കുമ്പോൾ വളരെ ഗൗരവത്തോട് കാണേണ്ടത്, നിങ്ങൾ പറഞ്ഞു 2012 പുതുക്കേണ്ട കാർഡ് പുതുക്കിയിട്ടില്ല. 2014 കാർഡിൻ്റെ പ്രക്രിയ ടൈം ഷെഡ്യൂൾ വെച്ച് തുടങ്ങിയത്. പക്ഷേ അതും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചിലവൊന്നും വന്നിട്ടില്ല. ഇത് ചിലത് മുഴുവൻ ചെയ്തത് റേഷൻ വ്യാപാരികളാണ്. കാർഡ് ഉടമകൾ, ഞങ്ങൾക്ക് ഒരു ബന്ധമുണ്ട്. ഞങ്ങൾ ഈ ഇരിക്കുന്ന കാർഡ് ഉടമകൾ സർക്കാരിൻ്റെ ഒരാനുകൂല്യങ്ങളും ഇല്ലാതെ കേരളത്തിൽ യഥാസമയം ജോലിക്ക് വേതനം കിട്ടാതെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം, അത് റേഷൻ വ്യാപാരികളെ ഞങ്ങൾ സഹായിക്കുന്ന ഈ ഇരിക്കുന്ന ഓഡിയൻസ്, ഞങ്ങളെ കാർഡ് ഉടമകളാണ്. അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സംവിധാനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സൗകര്യത്തിന് വേണ്ടി, അപ്പം പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, റേഷൻ വ്യാപാരികൾ ശമ്പളക്കാരാണ്. ഒന്നുമില്ല. 7 മാസമായി ഈ സർക്കാർ, കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ ഞങ്ങൾ കൊടുക്കുന്നു. ഒറ്റ പൈസ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ സാന്ദർഭികമായി പറയുകയാണ് ഈ ഒരു വിഷയത്തിൽ. പക്ഷേ അപ്പോഴും പുറത്തേക്ക് കേൾക്കുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. തീർച്ചയായിട്ടും ഞാനതിൻ്റെ വ്യക്തമായ കണക്ക്, അതായത് 1 കിൻഡൽ അരി റേഷൻ കടയിൽ കൊണ്ടുപോയി വിറ്റാൽ കിട്ടുന്നത് 92 രൂപയാണ്. അത് കടയിൽ എത്തിച്ച് വിൽക്കുമ്പോൾ 200, ഞാൻ നല്ല രേഖകളായിട്ടാണ് വന്നത്, 210 രൂപയോളം ചിലവാകുമെന്ന് നിവേദിത ഹരൻ്റെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് നഷ്ടം വരുന്നു, 9361 രൂപ നഷ്ടം വരുന്നു. അതുകൊണ്ട് ഈ രംഗത്ത് ഡൈവേർഷൻ വരുന്നു. ഈ ഭക്ഷ്യസുരക്ഷയെ സ്വാഗതം ചെയ്തത് ഞങ്ങളാണ്, കമ്പ്യൂട്ടർവൽക്കരണത്തെ സ്വാഗതം ചെയ്തത് ഞങ്ങളാണ്. എന്താ കാരണം? ഇതൊന്ന് സുതാര്യമാക്കണം, ജനങ്ങൾക്ക് യഥാർത്ഥമായി അളവിൽ സാധനം കിട്ടണം. പക്ഷേ ഭക്ഷ്യസുരക്ഷ വരുമ്പോൾ എൻ്റെ കാർഡ് ഉടമകൾക്ക് സുരക്ഷ ഉണ്ടോ? 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ഒരു മാസത്തിൽ ഭക്ഷ്യസുരക്ഷയിൽ ലഭിക്കാൻ പോകുന്നത്. നേരത്തെ 5 അംഗ കുടുംബങ്ങൾക്ക് 10 കിലോ അരിയും 10 കിലോ ഗോതമ്പും ആഴ്ചയിൽ കിട്ടിയ സംസ്ഥാനം. ഒരു 97 മുമ്പ് 24 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം കിട്ടിയ ഒരു സംസ്ഥാനം. 97 ശേഷം അത് 17ആയി. നാളെ നവംബർ 1 ഭക്ഷ്യസുരക്ഷ നടപ്പാക്കുമ്പോൾ അത് 14.25 ലക്ഷം മെട്രിക് ടണ്ണായി ചുരുങ്ങാൻ പോകുന്നു. അത് എത്രത്തോളം ഭക്ഷ്യസുരക്ഷയുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും മറ്റൊരു കാര്യമുണ്ട്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകളിൽ പറയുന്നത് എന്താണ്? മുൻകാലങ്ങളിലെ ശരാശരി ഓഫ് ടേക്കിന്റെ ആവറേജ് ആണ് എടുത്തിരിക്കുന്നത്. അതുപ്രകാരം 14 താഴെയാണ്. 12 മുതൽ 14 2 മെട്രിക് ടൺ കൂടുതലാണ് തന്നിരിക്കുന്നത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ 1,54 ലക്ഷം പേർക്ക് റേഷൻ കൊടുക്കണം. ഇപ്പം എത്ര അപേക്ഷ, 4 ലക്ഷം അപേക്ഷ എന്ന് പറഞ്ഞു. ഈ 4 ലക്ഷം അപേക്ഷകരെ ഒന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല. അത് നമ്മൾ കാണേണ്ടതുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഈ മുകളിൽ കാണുന്ന വലിയ പൊങ്ങച്ചത്തിന്റെ ആഡംബരങ്ങൾക്കപ്പുറം ശ്രീ പ്രകാശൻ പറഞ്ഞതുപോലെ ഒരു വലിയ വിഭാഗം പട്ടിണിയിൽ ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന തിരിച്ചറിവ് KV തോമസിന്റെ മന്ത്രിസഭയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പോകട്ടെ. പക്ഷേ BJPയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് അത് ഉണ്ടായിരുന്നെങ്കിൽ ഈ 1.54 കോടി എന്നുള്ള സീലിംഗ് ഉയർത്തി തരാമായിരുന്നില്ലേ? 1997 BJPയുടെ ഗവൺമെൻറ് അല്ലാത്തൊരു കാലഘട്ടത്തിൽ ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ്റെ പഠനം പുറത്തു വന്നു. ഏതാണ്ട് 57% തുക ഈ പാവപ്പെട്ട നാം പറയുന്ന യഥാർത്ഥ ആനുകൂല്യങ്ങൾക്ക് അർഹരായവർക്ക് അന്നത്തെ കേന്ദ്ര സർക്കാർ കൊടുത്തയക്കുന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാതെ പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടീവ് സിസ്റ്റത്തിൽ വ്യാപകമായ അഴിമതി ഉണ്ടായി എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവിതരണ സമ്പ്രദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിലുള്ള യഥാർത്ഥ ആളുകൾ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി ആരംഭിച്ചു. വാതിൽപ്പടിയിൽ വിതരണം. ഈ പദ്ധതിയിൽ യഥാർത്ഥത്തിൽ അന്നു മുതൽ ഇന്നുവരെ സത്യസന്ധമായ സമീപനം കേരളവും കേന്ദ്രവും പുലർത്തിയിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു, കേന്ദ്ര ഗവൺമെൻറ് നികുതി പണം കൊടുത്തയക്കുന്ന തുകയിൽ നല്ലൊരു ശതമാനം റൈസ് മാഫിയയുടെ കൈകളിലേക്ക് എത്തുന്നു. പലപ്പോഴും നമ്മുടെ പത്രങ്ങളിലേക്ക് കണ്ണുപിടിച്ചാൽ മനസ്സിലാകും. എല്ലാ റേഷൻ വിതരണക്കാരെയും ഞാൻ അടിച്ചാക്ഷേപിക്കുന്നില്ലെങ്കിലും 57% എന്ന് പറഞ്ഞാൽ 43% ഗുണഭോക്താക്കൾക്കാണ് യഥാർത്ഥത്തിൽ ആനുകൂല്യങ്ങൾ അവരുടെ കൈകളിലെത്തുന്നത്. ബാക്കി നഷ്ടപ്പെടുന്നു. എനിക്കറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശ്രീ TP കുഞ്ഞിക്കണ്ണൻ. എന്തുകൊണ്ടാണ് ഈ 3 വർഷക്കാലം ഒരു സർക്കാരിന്
അത്യധികം പ്രാധാന്യമായിരിക്കേണ്ട ഭക്ഷ്യവിതരണത്തിൻ്റെ കാര്യത്തിൽ നിശബ്ദമായിരിക്കേണ്ടി വന്നത്, നിശബ്ദമായി പോയത്, സർക്കാരിനെ റേറ്റ് ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കാതെ പോയ സർക്കാർ എന്നുള്ളതൊരു വലിയ കുറ്റമല്ലേ ഒരു ജനാധിപത്യ രാജ്യത്ത്? ഈ ചർച്ചകൾ മുഴുവൻ വരുന്നത് കേരളത്തിലുള്ള സാർവത്രിക റേഷനിങ് സമ്പ്രദായം അട്ടിമറിച്ച് ഈ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ ഈ യൂണിവേഴ്സലുമായിട്ടുണ്ടാകുന്ന ഈ വ്യത്യാസം വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം റേഷൻ കാർഡ് എന്ന് പറയുന്നത് അരി വാങ്ങാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമല്ല. റേഷൻ കാർഡ് ഒരു ഐഡൻറ്റിറ്റിയാണ് ആൾക്കാരുടെ. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റേഷൻ പീടിയേക്കാൾ പ്രധാനം അവർക്ക് ആസ്പത്രിയിലാണ് റേഷൻ കാർഡ്. അതുകൊണ്ട് റേഷൻ കാർഡ് അത് BPL റേഷൻ കാർഡ് എന്നുള്ളത് ഒരാവശ്യമായിട്ട് വരുന്നു. ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണത്. കൃത്യമായി ഈ ടാർഗറ്റഡ് റേഷൻ സമ്പ്രദായം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. കോൺഗ്രസ് ഗവൺമെൻറ്റാണ് കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തെ തകർത്തത്, യാതൊരു സംശയത്തില്ല. അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട തലമായിരുന്നു ഈ അദ്ദേഹം ജേക്കബ് ഈ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം 2013 പാസ്സായിട്ടുള്ള ഈ നിയമത്തിന് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിൽ കൊടുക്കേണ്ടിയിരുന്നു. കൊടുക്കാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? പ്ലാനിംഗ് കമ്മീഷൻ അവർക്ക് പറ്റിയ രൂപത്തിലുള്ള കണക്കുണ്ടാക്കി. ആ കണക്കിനനുസരിച്ചിട്ടുള്ള ഒരു റേഷൻ അരി നമുക്ക് തരാൻ തീർച്ചപ്പെടുത്തി. റേഷൻ കട മാത്രമല്ല കേരളത്തിലെ അരി കൊടുക്കുന്നത്, അംഗനവാടിക്ക് കൊടുക്കണം, ഹോസ്റ്റലുകൾക്ക് കൊടുക്കണം, നമ്മൾ പല തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കൃത്യമായി കണക്ക് കൊടുത്തിരുന്നുവെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞ 3 കൊല്ലം കേരളം ഭരിച്ചല്ല നേരത്തെ UDF ഗവൺമെൻറ്റിനാണ്. ഇടവേളയ്ക്ക് ശേഷം അന്വേഷിക്കുകയാണ് മാനദണ്ഡം എന്തായിരിക്കണം മുൻഗണനയുടേത്, എവിടെയാണ് നമ്മൾക്ക് പിഴച്ചു പോകുന്നത് ആ അർത്ഥത്തിൽ. ഇടവേളയ്ക്ക് ശേഷം തുടരും. മുൻഗണനയുടെ മാനദണ്ഡം എന്തായിരിക്കും? തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെന്ന് ഒരാൾ എങ്ങനെയാണ് തെളിയിക്കേണ്ടി വരുന്നത്? ഒരു മനുഷ്യന് നിസ്സഹായ അവസ്ഥയല്ലേ? റേഷൻ കാർഡിൽ മുൻഗണനാ പട്ടികയിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നവരുടെ മനഃശാസ്ത്രം എന്തായിരിക്കും? നമുക്ക് ആ ഭാഗത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ആ മാനദണ്ഡത്തിൽ പിഴവുകൾ ഉണ്ടായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. തുടരുകയാണ് കേരള സമിറ്റ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോരായ്മ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ എന്തിനും ഇതിനും നരേന്ദ്രമോദിയെ കുറ്റം പറയുന്ന ഈ ഭരണകർത്താക്കൾ അത് BJPയുടെ നിലപാടുകൾ ഒന്ന് ഇവിടെ പറഞ്ഞാൽ കൊള്ളാം. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളം തുടർന്ന് വരുന്നത് യഥാർത്ഥ അവകാശികളെ സുതാര്യമായി തിരഞ്ഞെടുക്കുന്നതിന് പകരം പ്രാദേശിക ഭരണകൂടങ്ങളും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും കേവല രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് തൊട്ടപ്പുറത്ത് മണിമാളികകളിലും ലക്ഷക്കണക്കിന് ഉറുപ്പിക വരുമാനമുള്ളവനെ BPL ആയി നിലനിർത്തിക്കൊണ്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നേരത്തെ അന്നത്തിന് പോലും ഗതിയില്ലാതെ കഷ്ടപ്പെടുന്നവരെ മറ്റ് രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ അവർ അകറ്റി മാറ്റപ്പെടുകയും ചെയ്യുമ്പോഴും രാഷ്ട്രീയമായ കാരണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ ഗ്രാമസഭകളിൽ ചേരുമ്പോൾ ഈ റേഷനിങ് സംവിധാനത്തിൻ്റെ പരാതികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കേരളം കാണിക്കുന്ന ഒരു അലംഭാവം. പലപ്പോഴും വിഷയങ്ങളോട് വളരെ ക്രൂരമായി മൗനം പാലിച്ചു നിൽക്കുകയും വിഷയങ്ങൾ സ്പർശിക്കാതിരിക്കുകയും ബഹളം വയ്ക്കുകയും ഒരു പ്രക്ഷോഭത്തിന്റെ അന്തരീക്ഷത്തിൽ മാത്രം കാര്യങ്ങളെ കാണുകയും ചെയ്യുന്നത് സുതാര്യപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ ഇവിടെയും പ്രതിക്കൂട്ടിലാവുന്നത്. KV തോമസിനെ എങ്ങനെയാണ് ഈ UDF ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ടാർഗറ്റഡ് സിസ്റ്റത്തിനെ എതിർക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിക്കുന്നു, MP-മാർ പോകുന്നു, ചർച്ച നടത്തുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ട കണക്ക് പോലും കൃത്യമായി കൊടുക്കുന്നില്ല. ഒടുവിൽ അവരുടെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കാല് മുറിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇതാണ് കുറ്റകരമായ അനാസ്ഥ എന്ന് പറയുന്നത്. ഞാനിതിന് പറഞ്ഞത് ഇവിടെ വളരെ രസകരവും അത്ഭുതകരവുമായ ഒരു രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. UDF ഗവൺമെൻറ് കേരളത്തിൽ പ്രതിപക്ഷത്തായിട്ട് 5 മാസം കഴിഞ്ഞു. അതായത് LDF ഗവൺമെൻറ്റിൻ്റെ 12-ൽ 1 മുന്നോട്ട് പോയി. ഇപ്പോഴും UDFൻ്റെ കുറ്റം പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഒഴിഞ്ഞുമാറലാണ്. 2 വർഷത്തിലധികമായി UPA ഗവൺമെൻറ് അധികാരം ഒഴിഞ്ഞിട്ട് അവിടെ BJPയുടെ ഗവൺമെൻറ് വന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, ഇത് കേരളത്തിലെ വരുന്ന ഇപ്പം 4 ലക്ഷം പരാതികളെന്ന് പറയുമ്പോൾ മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നമാണ്. അതിന് പൊതുവായൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. UDFന്റെ കുറ്റമുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട ചുമതല LDFനില്ലേ? 36 മാസക്കാലം ചെയ്യാതിരുന്നവരാണ്. ജനാധിപത്യം വളരെ സജീവമല്ലേ ഇവിടെ? കേരളത്തിൽ ഇതുപോലെ ഇവിടെ ഞാൻ മുഴുവനാക്കിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ അഖിലേന്ത്യാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇവിടെ കാർഡ് പുതുക്കലുമായിട്ട് മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ആളുകൾക്ക് പ്രയാസം ഉണ്ടാകരുത് എന്ന ഒരു പരിഗണന വെച്ചുകൊണ്ടാണ് നീണ്ടു പോയത്. അത് കുറ്റമാണോ ശരിയാണോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. അതുകൊണ്ടാണ് മുന്നോട്ട് പോയത്. UDF ഗവൺമെന്റ് ഒരിക്കലും ഈ ആളുകൾ കിട്ടുന്ന ഒരു ആനുകൂല്യം കുറവുണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അത് കഴിഞ്ഞു. അവസാനം ഇതിന് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം ആരംഭിച്ചത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് AK ഗോപാലിൻ്റെ നേതൃത്വത്തിൽ 1960-കളിൽ ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും പുറത്തും സമരം നടത്തിയിട്ടാണ്. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സമരപ്പന്തലിലേക്ക് ഇറങ്ങി വന്ന്
അംഗീകരിച്ച ഒരു സമ്പ്രദായമാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം. അത് നടപ്പാക്കിയത് മുതൽ എന്തെല്ലാം പോരായ്മകളുണ്ടായിരുന്നു. നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ സഖാവ് ചന്ദ്രശേഖരൻ നായർ ഭരിക്കുന്ന കാലത്തൊക്കെ പൊതുവിതരണ സമ്പ്രദായം ഇന്ത്യക്കാകെ മാതൃകയാക്കി നടപ്പാക്കിയ ഒരു സംസ്ഥാനം ഈ കേരളമാണ്. ഓപ്പൺ മാർക്കറ്റിൽ ചന്ദ്രശേഖരൻ നായർ അദ്ദേഹം ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സാധനങ്ങൾ എടുക്കാൻ ലോറിയിൽ കയറിയിട്ടാണ് ഒരു മന്ത്രി പോയത്. അത്രയും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ കേരളം. ഇപ്പോൾ സഖാവ് തിലോത്തമൻ്റെ നേതൃത്വത്തിൽ 5 മാസമായി ഹോംവർക്ക് നടത്തിക്കൊണ്ടാണ് നടപ്പാകാതിരുന്ന ഈ നിയമം പറഞ്ഞത് 19 ദിവസം റേഷൻ കടകൾ അടഞ്ഞു കൊടുത്തു. മന്ത്രിയുടെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ഞാനും പറഞ്ഞു വന്നത് റേഷൻ കട അടച്ചു എന്നുള്ള സാങ്കേതികവാദമാണ്. അതിനകത്തല്ല പറഞ്ഞത് റേഷൻ കട അടച്ചോ എന്നുള്ള പൂട്ടിയതല്ല. സാധനങ്ങൾ കിട്ടാതിരുന്നാൽ ഇൻഎഫക്റ്റ് പൂട്ടിയ ഫലം. ഞാൻ എന്റെ സംസാരത്തിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല. മന്ത്രി തിലോത്തമന്റെ ലേഖനം തന്നെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് പക്ഷേ എന്നിട്ട് പോലും ഗവൺമെന്റിന്റെ ജാഗ്രത കുറവ് കൊണ്ട് തന്നെയാണ് റേഷൻ കടകളിൽ സാധനങ്ങൾ ഇല്ലാതെ. അതിന് ഉത്തരവാദിത്തം ഞാൻ നേരത്തെ പറഞ്ഞ ബാലൻ സാർ പറഞ്ഞതൊക്കെ അംഗീകരിക്കുകയാണ്. 2013 നടപ്പാക്കിയിട്ടുള്ള ഒരു നിയമം 2 വർഷം നോക്കി നിന്ന ആളുകൾ ഇപ്പോൾ ഈ 5 മാസം കൊണ്ട് എന്തുകൊണ്ട് ഞങ്ങളെ ഏറ്റെടുത്തോളാം, പ്രമേയം പാസ്സാക്കട്ടെ. പ്രതിപക്ഷം തന്നെ ഞാൻ പറയാം, UPA ഗവൺമെന്റിന്റെ കാലത്താണ് ഭക്ഷ്യസുരക്ഷാ നിയമം അസംബ്ലിയിൽ ഒരു അസാധാരണമായ പ്രമേയം പാസ്സാക്കിയിട്ട് ഉമ്മൻചാണ്ടിയെ ചുമതലപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് വയ്യെങ്കിൽ അതിലേ ചെയ്യേണ്ടത്. ഞങ്ങളെ ഏറ്റെടുക്കുക ഉത്തരവാദിത്തം. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ളൊരു തർക്കത്തിനോ അല്ലെങ്കിൽ ബാലിശമായിട്ടുള്ള ചില രാഷ്ട്രീയ കാര്യങ്ങൾക്കോ പോവുകയല്ല. നമുക്കിത് നടപ്പാക്കുകയാണ് വേണ്ടത്. അതിപ്പോൾ പറഞ്ഞല്ലോ, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സെറ്റപ്പുകളും എല്ലാ ഓഫീസുകളിലും അതിൻ്റെ സംവിധാനം ഉണ്ടെന്ന് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ. പക്ഷേ ഈ 60 വയസ്സിന് താഴെയുള്ള വൃദ്ധരായ സ്ത്രീകൾ പോകുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് പറയും നിങ്ങൾ താലൂക്ക് ഓഫീസ് പോകണം. താലൂക്ക് ഓഫീസ് എന്ന് പറയും സിവിൽ സപ്ലൈസ് പോകണം. അവിടുന്ന് പറയും അല്ല പഞ്ചായത്ത് പോകണം. എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ബോധത്തോടെ അല്ല ഇപ്പം നിൽക്കുന്നത്. അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഒരു സ്ത്രീകൾ ഇതിന് വേണ്ടിയിട്ട് ഗൃഹനാഥ ഇതിൻ്റെ റേഷൻ കാർഡ് ഉടമയായി എന്നതുകൊണ്ട് മാത്രം അവർ പ്രായമുള്ള ആളുകൾ ഇതിന് വഴിയായി. അതിന് ചോദ്യം ചെയ്യണം. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്തമാണത്. അല്ല ശ്രീ ബാലൻ, അപ്പോഴും ഈ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കേണ്ടി വരുന്നൊരു സന്ദർഭം കൂടിയുണ്ട്. കാരണം എന്താ ഈ ഗവൺമെന്റ് നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചതിന് നെയ്യാറ്റിൻകരയിലെ സിവിൽ സപ്ലൈസ് ഓഫീസർ മാത്രമല്ല കുറ്റക്കാരൻ. പകരം ഈ ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഡെഡ്ലൈൻ പോവുകയും വേണ്ടത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ല. പരാതി പഞ്ചായത്തിൽ സ്വീകരിക്കണോ, വില്ലേജ് ഓഫീസിൽ സ്വീകരിക്കണോ, താലൂക്ക് ഓഫീസിൽ സ്വീകരിക്കണോ എന്നതിനെക്കുറിച്ച് ഗവൺമെന്റിന്റെ ആദ്യ സമീപനം എന്തായിരുന്നു? ഇതെല്ലായിടത്തും സ്വീകരിക്കാമെന്ന് സർക്കുലർ അയക്കുകയും പിന്നീട് അതാത് ഓഫീസുകളിൽ നിന്ന് അത് മടക്കുകയും ചെയ്തു പരാതി. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കലക്ടർ നിലവാരത്തിൽ വരെ, ADM നിലവാരത്തിൽ, ഡെപ്യൂട്ടി കലക്ടർ നിലവാരത്തിൽ, അതുപോലെ വില്ലേജ് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസിൽ ഒരുപാട് കേന്ദ്രങ്ങളിൽ ഈ പരാതി സമർപ്പിക്കാനുള്ള ഉത്തരവുകൾ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായ ഏത് രാഷ്ട്രീയക്കാരനാകട്ടെ അവരെ സഹായിക്കണം. ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഓരോ റേഷൻ ഓഫീസുകളിൽ ഫർക്ക അടിസ്ഥാനത്തിലാണ്. അതായത് 39 അല്ലെങ്കിൽ 40 കടകൾക്ക് ഒരു ഫർക്ക. ഇപ്പോൾ മാവൂർ ഫർക്ക, അത് കുറ്റിക്കാട്ടൂർ ഒരു സ്ഥലത്ത് ഒരു റേഷൻ ഇൻസ്പെക്ടർ 2 പേര് ഇരുന്നു കൊണ്ട് അതിൻ്റെ അപേക്ഷ, അങ്ങനെ ഓരോ 20 കടകൾക്കോ അല്ലെങ്കിൽ 30 കടകളുടെ പരാതി വളരെ സുതാര്യമായി കഴിഞ്ഞ ദിവസം മുതൽ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തീരും, തീർച്ചയായിട്ടും അത് അപേക്ഷ വാങ്ങി തീരും. പക്ഷെ അതിൻ്റെ മറ്റു പരിപാടികൾ തീരാത്ത ഒരു വിഷയമുണ്ട്. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഈ കേരളം കേന്ദ്രത്തിന് നമ്മൾ അരിയുടെ അലോട്ട്മെൻറ്റ് ലാപ്സായോ എന്നുള്ളത്. അത് ശരിയാണ്. എന്തുകൊണ്ട് ലാപ്സായി? കേരളത്തിലെ FCI ഗോഡൗണുകൾ 10 അല്ലെങ്കിൽ 12 ദിവസമാണ് പ്രവർത്തിച്ചത്. കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്നത് 10ഓ 12ഓ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രം കേരളത്തിന് തരുന്ന അരിയുടെ അലോട്ട്മെൻറ്റ് ഒരിക്കലും കേരളത്തിൽ ഇത്രയും കാലമായി എടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധയിൽ, ഇപ്പോൾ KV തോമസ് സാർ മന്ത്രിയായ സമയത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പലപ്പോഴും എടുത്തു തീർക്കാൻ മുഹമ്മദ് അലി, അതായത് റേഷൻ കടകളിൽ സൂക്ഷിക്കേണ്ട ധാന്യങ്ങൾ അല്ലെങ്കിൽ റേഷൻ കടകളിലേക്ക് വരേണ്ട ധാന്യങ്ങൾ കൃത്യമായി ഇപ്പോൾ സൂക്ഷിക്കുന്നതിനാവശ്യമായ സംവിധാനം സിവിൽ സപ്ലൈസിനുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സിവിൽ സപ്ലൈസ് ഗോഡൌണുകളടക്കം. സിവിൽ സപ്ലൈസിന് ഗോഡൌണില്ല. പക്ഷേ കേരളത്തിൽ നല്ല FCIക്ക് നല്ല ഗോഡൗണുകളുണ്ട്. ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഏത് ഭരിച്ചാലും ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി ഇവർ കയറുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്ത് പാവപ്പെട്ട എത്രയോ വീടില്ലാത്ത വീട്ടുകാർ കിടക്കുന്നുണ്ട്. അതേപോലെ കാർഡ് എനിക്ക് 18
വർഷമായിട്ട് ഞാൻ BPL കൊടുത്തിട്ട് അത് കിട്ടിയിട്ടില്ല. എനിക്ക് എന്താ കാരണം പറയുന്നത്? അവര് ഞാൻ വാടക വീട്ടില്ല, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്നതാണ്. റേഷൻ കാർഡിൽ റേഷൻ കാർഡ് ഇപ്പൊ എന്റെ റേഷൻ കടക്കാരന്റെ ഒരു മര്യാദ കാരണം, ഞാൻ ബത്തേരിക്കാരിയാണ്, അവര് എനിക്ക് ഇപ്പം BPL കാർഡാക്കി തന്നിട്ടുണ്ട്. റേഷൻ കടക്കാരൻ വിചാരിച്ചാൽ നടക്കൂ? റേഷൻ കടക്കാരൻ പറഞ്ഞ് ഞാൻ വാടക വീട്ടിലാണെന്നുള്ള ഒരു ഇത് വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. അല്ല ശ്രീ ബാലൻ, അത് വലിയൊരു ചോദ്യമാണ്. കാര്യം ഇതിപ്പോ തിരുവനന്തപുരത്ത് ഇന്നലെ ചോദിച്ചു, കൈതമൂട്ടിൽ ഒരു റേഷൻ കട പൂട്ടിച്ചു. ഒരു റേഷൻ കടക്കാരൻ പറയാണ്, താങ്കളെ മുൻഗണനാ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് 750 രൂപയാണ് വാങ്ങിയത്. നമ്മളതിനെ മലയാളത്തിൽ പറയുന്ന കൈക്കൂലി എന്നാ. ധൈര്യമായിട്ട് പറയണം, എന്നെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല. നിങ്ങളുടെ നാട്ടിലെ ജനപ്രതിനിധിയോട് ചോദിക്കണം, അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരോട് ചോദിക്കണം, സർക്കാരിന്റെ പ്രതിനിധികളോട് ചോദിക്കണം. വോട്ട് ചോദിക്കാനല്ലാതെ പിന്നെ ഈ ജനങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ വീടുകളിൽ കൂടെ വന്നിട്ടുണ്ടോ? ഈ സാറ് പറഞ്ഞു സാമൂഹ്യ പ്രവർത്തകരെ കണ്ടാൽ നടക്കുന്നു. ഇവിടെ നടക്കുന്ന വെച്ചാൽ ഏത് രാഷ്ട്രീയക്കാരാണോ അവന്റെ അനുഭവിക്കേണ്ടി പ്രവർത്തിക്കാനാണ് സമൂഹത്തിന്റെ പ്രതിബദ്ധതയോട് ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നില്ല. അതാ സത്യം. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ പൊതുജനത്തിന്റെ ധാരണയിൽ അവരെ കുറിച്ച് വ്യക്തമാക്കാൻ വേണ്ടി എന്താണ് മുൻഗണനയുടെ പ്രധാനപ്പെട്ട മാനദണ്ഡത്തിന്റെ അടിസ്ഥാനം? നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ദാരിദ്ര്യ നിർണയത്തിൻ്റെ മാനദണ്ഡം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ BPL എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അപ്പം അതേ അവസരത്തിൽ കേരളത്തിൽ ദാരിദ്ര്യം ഇല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഏതൊരു വികസന പ്രവർത്തനം വെച്ചാലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് പലരും നേടിയിട്ടുള്ള നേട്ടത്തിൻ്റെ ഫലമായി നമ്മൾ പലതും നേരത്തെ നേടിക്കഴിഞ്ഞു. ടാർഗറ്റ് നേരത്തെ നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ടാർഗറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. ഇത് കേരളത്തിലെ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള റേഷൻ കടയ്ക്കും ബാധകമാണ്. സർ, ഞങ്ങൾക്കൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കാൻ വരുന്ന സമയത്ത് ആനുവൽ ഇൻകമിൻ്റെ പ്രൂഫായിട്ട് പലപ്പോഴും റേഷൻ കാർഡാണ് വെക്കാറുള്ളത്. അപ്പോൾ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പുറം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ ഈക്വലി റെസ്പോൺസിബിൾ ആണ്. കാരണം ആനുവൽ ഇൻകം എന്ന് പറയുന്നത് റിന്യൂ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഓരോ വർഷം തോറും ചിലർക്ക് ജോലി പോകുന്നു, ചിലർക്ക് ജോലി കിട്ടുന്നു. അപ്പോൾ ആനുവൽ ഇൻകമിൽ നന്നായിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. അതാണ് പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടേണ്ട പല ഡിസ്കൗണ്ടും ഇല്ലാതാക്കുന്നത്. 10 വർഷം മുൻപാണ് ഞങ്ങളുടെയൊക്കെ ആനുവൽ ഇൻകം റിന്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ പരസ്പരം പഴിച്ചാൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ കണക്കുകളെല്ലാം നമുക്ക് യോജിപ്പിച്ചുകൊണ്ട് ആധാറുമായി കണക്ട് ചെയ്യേണ്ട ഡിജിറ്റൽ സംവിധാനം ഉണ്ടായിട്ടും ഇപ്പോഴും റേഷൻ കാർഡിലേക്ക് മാത്രമായി വരുമാനത്തിന് വേണ്ടി ഉറ്റുനോക്കുന്നത് എന്തുകൊണ്ടാണ്? ഇടവേളയ്ക്ക് ശേഷം തുടരും. 1997 BPL മാർഗനിർദ്ദേശം ഇതിനു മുമ്പ് ഉണ്ടാവുന്നത്. ഏകദേശം 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മുൻഗണനാ പട്ടിക നിശ്ചയിക്കാൻ പോകുന്ന സമയത്ത് പോവർട്ടി ലൈനിന് മുകളിലുണ്ടായിരുന്നവർ മുൻഗണനാ പട്ടികയിൽ നിന്ന് ചിലപ്പോൾ ഒരു പരിധിവരെ താഴേക്ക് വന്നേക്കാം, താഴെയുള്ളവർ മുകളിലേക്കും പോയേക്കാം. ശ്രീ പ്രകാശിൻ്റെ ഒരു സംശയം ഇതാണ്, ഈ 20 വർഷമായി നമ്മൾ BPL കുറിച്ചുള്ളൊരു ആശങ്ക മുന്നോട്ട് വെച്ചിട്ട് ഈ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അന്ന് BPL ആയിരുന്ന ചിലരെങ്കിലും 20 വർഷം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവും. ഈ സർക്കാരിന്, പ്രത്യേകിച്ച് UDF ഗവൺമെൻറ്റിന് ചെയ്യാമായിരുന്നത് 2012 കാർഡ് പുതുക്കുന്നത് പോട്ടെ, ഈ ഒരു ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നു എന്നതിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിൽ BPL പുനർനിശ്ചയിക്കാനുള്ള ഒരു ശാസ്ത്രീയമായ മാനദണ്ഡം അക്കാദമികമായ രീതിയിൽ തയ്യാറാക്കാമായിരുന്നില്ലേ UDFന്? ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണല്ലോ ഈ ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നത്. ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് ഗ്രാമസഭകളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ആളുകളുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ സൗകര്യമുള്ള രീതിയിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ് ഈ ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നത്. ആ നിയമത്തിൻ്റെ പ്രയോറിറ്റി നോൺ പ്രയോറിറ്റി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് റേഷൻ കാർഡ് പുതുക്കിയാൽ പലർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതെ പോകും. അപ്പോൾ ഈ മാറി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അധികാരത്തിലുള്ള സംസ്ഥാനമാണ് കേരളം. ആർക്കും പരസ്പരം കുറ്റപ്പെടുത്തി ഒഴിയാനൊന്നും പറ്റില്ല. 1.54 കോടി ആളുകൾക്കാണ്, അല്ലെങ്കിൽ 1,54,00,000 ആളുകൾക്കാണ് ഈ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുക. പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളുടെ എണ്ണം 1,79,00,000. ഇവരെ എങ്ങനെയായിരിക്കണം കേരളം സംരക്ഷിക്കേണ്ടതെന്നാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? കഴിഞ്ഞ ദിവസം രാംവിലാസ് പാസ്വാന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ വളരെ കൃത്യമായിട്ടൊരു ഉത്തരം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 100% റേഷൻ കാർഡ് ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ പല വീട്ടമ്മമാരും ഉന്നയിച്ച രാഷ്ട്രീയത്തിനപ്പുറത്തുള്ളൊരു മാനദണ്ഡമുണ്ട്. ഉദാഹരണത്തിന്, ഇത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാത്ത മധ്യപ്രദേശ് അവരുടെ റേഷൻ കാർഡുകളിലെ മുഴുവൻ വിവരങ്ങളും ബഹുജനങ്ങൾക്ക് പോർട്ടൽ സ്ഥാപിച്ച് അവരുടെ പരിഗണനയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ഈ സംസാരത്തിൽ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇതിനപ്പുറത്തേക്ക് അർഹതപ്പെട്ട പലരും പുറത്തുണ്ട്. നിശ്ചയമായും ഈ പരിപാടി ഇത് പൂർത്തിയാക്കിയതിനു ശേഷം, കാരണം ഓരോ റേഷൻ കാർഡിനെ കുറിച്ചുമുള്ള സത്യസന്ധമായ വിവരം ബഹുജന സമക്ഷത്തിലേക്ക് വെളിപ്പെടുത്തുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ് ഒരുമിച്ചിരുന്നു കൊണ്ട് താങ്കൾ ഈ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം ആളുകൾക്ക് ഭക്ഷ്യപരമായ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനോട് സഹകരിക്കാതെ 1.5 വർഷം അലംഭാവത്തോടെ കഴിച്ചവരും 5 മാസം ഇരുന്നവരും ഇപ്പോൾ ബാലയുടെ ഹോംവർക്കിനെ കുറിച്ചാണ്. ഹോംവർക്ക് കുട്ടി എന്ത് ചെയ്തു? ഞങ്ങൾ അധ്യാപകർ നോക്കാറില്ല.
കടലാസിൽ എന്തുണ്ട്, ഹോംവർക്കിൻ്റെ റിസൾട്ട് എന്താണ്? ഇത്ര ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത കേരളത്തിൽ, നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുള്ള കേരളത്തിൽ, ഒരു പക്ഷേ ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് അപ്രാപ്യമാണെങ്കിലും അവിടെയൊക്കെ കുട്ടികൾക്ക് കൃത്യമായിട്ട് വിരൽത്തുമ്പിൽ ഈ വിവരങ്ങൾ ഞൊടിയിടയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇത് അലംഭാവം കാണിച്ച് ഉത്തരവാദിത്വം ഒളിച്ചോടുകയും ഇത്തരം കാര്യങ്ങൾ സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്ന കേരളം ഇനിയെങ്കിലും ഇവിടെ പറയുന്ന പല അവകാശവാദങ്ങളും യാഥാർത്ഥ്യബോധത്തോടെ സമീപിച്ചുകൊണ്ട് കുറ്റമറ്റ രൂപത്തിൽ നിലവിലെ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ഈ അമ്മമാരുടെ വീട്ടമ്മമാരുടെ വേദനയ്ക്ക് പരിഹാരം കാണാൻ ഇത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കൈകോർത്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ പ്രശ്നപരിഹാരമാണ്. ഫെബ്രുവരി 1 മുതൽ മാർച്ച് 15 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ കാർഡ് ഉടമകൾക്കും റേഷൻ കാർഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഒരു വലിയ തീവ്ര യത്ന പരിപാടി നടത്തിക്കൊണ്ട് തന്നെ വേണം ഇത് നടപ്പാക്കാൻ. ഇത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപാകതകളെക്കുറിച്ച് ഇപ്പോൾ ഇതിലൊരു ഭേദഗതി വരുത്തിയാൽ ഉണ്ടാകാവുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരും. പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏത് പെശകുകളെ സംബന്ധിച്ചും വലിയ ആലോചനകളില്ലാതെ തന്നെ അലർട്ടായിട്ടുള്ള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ സുതാര്യമായിട്ടുള്ള നിലപാടാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്ന് ഈ ഗവൺമെൻറ്റിന് ഒരു വളരെ വലിയ രീതിയിലുള്ളൊരു മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്ന ഒരിടമായിരുന്നു ഈ പറയുന്ന കുറ്റമറ്റ രീതിയിലുള്ളൊരു മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു നല്ല ഹോംവർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഈ പരാതികൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുൻഗണനാ ക്രമങ്ങളൊക്കെ ചിലപ്പോൾ അത് വീണ്ടും തീർത്തും പര്യാപ്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ചും മറ്റു സംവിധാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളരെ ആലോചനാപ്രദമായിട്ടുള്ള രീതിയിലല്ല കാര്യം മുന്നോട്ട് പോയത്. ഒരു സർക്കാരിന് ഇരിക്കാനുള്ള സമയമല്ലേ ആയിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, പക്ഷേ അപ്പോഴും 5 മാസം വളരെ വലിയ സമയമാണ്. 5 മാസം കഴിഞ്ഞു സാർ, 12-1 കഴിഞ്ഞു. ഇനി 11 ടേം മാത്രമേ ബാക്കിയുള്ളൂ. ഇത് തന്നെ ഫെബ്രുവരി 1 കാർഡ് കിട്ടും എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന് ആ രീതിയിൽ പഴയ ഈ ഉദ്യോഗസ്ഥരെ മാത്രം വിശ്വസിച്ചുകൊണ്ട്, റേഷൻ കടയിലെ ഡീലേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട്, അക്ഷയ കേന്ദ്രത്തിലെ ആൾക്കാരെ മാത്രം വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്ര വ്യാപകമായ രീതിയിലുള്ളൊരു സ്ഥിതിവിവര കണക്കെടുപ്പ് നടത്തുക എന്നൊരു വലിയൊരു പ്രശ്നമുണ്ട്. ടീച്ചർമാരെ ഉപയോഗപ്പെടുത്തണമായിരുന്നു. മറ്റു തരത്തിലുള്ള ഇലക്ഷൻ വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു സജ്ജീകരണത്തോടു കൂടി കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലത്തിൻ്റെ പരിശോധന നടത്താൻ ഈ സർക്കാർ തയ്യാറാകേണ്ടിയിരുന്നില്ലേ? യഥാർത്ഥത്തിൽ തയ്യാറാകേണ്ടിയിരുന്നു. ഏത് സർക്കാരും തയ്യാറാവേണ്ടതാണ്. താങ്കൾ പറഞ്ഞൊരു പ്രശ്നം അതിനകത്ത് വരുന്നത്, നമ്മൾ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ അവിടെ ഇൻകം എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ആൾക്കാരുടെ ജീവിത നിലവാരത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവരെല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്നുള്ളതല്ല. ഒരു പനി വന്നാൽ ചിലപ്പോൾ സംഗതി തീർന്നു പോകും. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വളരെ കൃത്യമായ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി നമ്മൾ APL BPL വിഭജനം നടത്തണം. പക്ഷേ അത് നടത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അത് ഓരോ സംസ്ഥാനത്തിനും ചെയ്യുന്ന ഒരു കാറ്റഗറി അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ കേരളം രക്ഷപ്പെടുള്ളൂ. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് ഇവിടെ പൂർത്തീകരിക്കപ്പെടും. കേരളത്തിൽ ദരിദ്രരായിട്ടുണ്ടാകുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു കേന്ദ്ര വരുമാനവും ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇടതായാലും വലതായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കൊട്ടക്കണക്ക് അവിടെ സ്ഥിരമായിട്ട് വെക്കുമെന്നുള്ളതാണ്. ഈ ഉപഭോക്താക്കളിൽ അനർഹരായിട്ടുള്ള ധാരാളം ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അങ്ങയുടെ അനുഭവത്തിൽ നിന്ന് ബോധ്യമല്ലേ? തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചതാണ്. എന്തുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ, ഇത് ശരിക്കും നിങ്ങൾ നേരത്തെ ആദ്യം ചോദിച്ച മാനദണ്ഡങ്ങൾ, വിധവ 5 മാർക്ക്, വീടില്ല, നേരത്തെ ആ സ്ത്രീ പറഞ്ഞു അവർക്ക് 20 മാർക്കുണ്ട്. അങ്ങനെ ഈ ഓരോന്നിനും രോഗിക്ക് അറിയാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക്, അതായത് ഗ്രഹനാഥ സ്ത്രീ ആണെങ്കിൽ 5 മാർക്ക്, അവിവാഹിതരായവരാണെങ്കിൽ 5 മാർക്ക്, മാരക രോഗമുണ്ടെങ്കിൽ 5 മാർക്ക്, സർക്കാർ ജോലി ഇല്ലെങ്കിൽ 5 മാർക്ക്, വൃദ്ധർ 65 വയസ്സ് കഴിഞ്ഞാൽ 5 മാർക്ക്, ശാരീരിക മാനസിക ഉള്ളവർ ഉണ്ടെങ്കിൽ 10 മാർക്ക്, ആശ്രയ ഗുണഭോക്താവാണെങ്കിൽ 5 മാർക്ക്. ആ കാറ്റഗറി 55 മാർക്കാണ്. പിന്നെ പറയുന്നത് വീടിൻ്റെ പറയാണ്, വീട് വെക്കുന്നതിന് സ്ഥലമില്ലെങ്കിൽ 10 മാർക്ക്, പുറമ്പോക്കിൽ താമസിക്കുകയാണെങ്കിൽ 20 മാർക്കുണ്ട്. ഈ പുറമ്പോക്കിനകത്ത് വാടക വീടും ഉൾപ്പെടുമല്ലോ അല്ലേ? വാടക വീട് സെപ്പറേറ്റ് വരും. പുല്ലുമേഞ്ഞ വീടാണെങ്കിൽ 5 മാർക്ക്. അപ്പോൾ ഈ വാടക വീടിന്റെ മാർക്ക് എന്തായിരിക്കും? കുടിവെള്ളം ഇല്ലെങ്കിൽ 5 മാർക്ക്. വാടക വീടിന്റെ പ്രശ്നം അവർ വരുമാനം ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല. വാടക വീടുള്ളവർക്ക് വേറെ വരുമാന സ്രോതസ് ഉണ്ടാവും. വാടക നമ്മളിപ്പം വേറെ സ്ഥലത്ത് ട്രാൻസ്ഫർ ആയി വേണ്ടത് താമസിക്കുന്നത് നമ്മുടെ സ്ഥലമില്ലാത്ത ഒരാൾക്ക് വാടക വീട്ടിൽ താമസിക്കാമല്ലോ. അത് പുറമ്പോക്കായിരിക്കും. അവർക്ക് 20 മാർക്ക് ഉണ്ട്. അങ്ങനെ ഈ വിഷയം, ഈ കാർഡ്, ഞാൻ ഈ കാർഡിന്റെ വിഷയം ഞാൻ വരാം.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ഫോറം പൂരിപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ട് ഞങ്ങൾ അന്ന് പറഞ്ഞു ഒരു 10% ഒരു വെരിഫിക്കേഷൻ നടത്തട്ടെ, അപ്പൊ ബാക്കിയുള്ളവർ അവിടെ വരും. എത്ര ശതമാനം നടന്നിട്ടുണ്ടാവും? 1% പോലും വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ല. അങ്ങനെയാണ് ഈ ഫോറം വാങ്ങിയത്. ഞങ്ങളത് പറഞ്ഞു. പ്രകാശ്, ഇവിടെയാണ് വീണ്ടും പല സ്ഥലങ്ങളിലും സംഭവിച്ചത്. ഞങ്ങൾ റിപ്പോർട്ടർമാർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് ഈ ഫോറങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോയിട്ട് മൂലയിലിട്ടിരിക്കുന്ന കാഴ്ചകൾ പല ക്യാമറകളിലും എടുത്തിട്ടുണ്ട്. ഇതിൽ പലതിൻ്റെ കൂടെയുടെയും സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അത് സോർട്ട് ചെയ്യുന്ന സമയത്ത്. അതായത് ഈ ഫോറങ്ങളിൽ ജീവിതങ്ങളുണ്ട്. പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും സർക്കാർ സംവിധാനത്തിൻ്റെയും ഒക്കെ പോരായ്മകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ സമയബന്ധിതമായി നടന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വാടക വീട്ടിൽ ഒരു 5-6 വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ആള്, വളരെ വരുമാനം കുറവുള്ളൊരു ആളാണ് എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ മൂത്ത കുട്ടി ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള കുട്ടിയാണ്. ഞാൻ 2014 റേഷൻ കാർഡിന് നടക്കുകയാണ്. ഈ പുതിയ റേഷൻ കാർഡ് വന്നതിന് ശേഷം പുതിയ അപേക്ഷ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ മകനൊരു ഓപ്പറേഷൻ എല്ലാം പറഞ്ഞിരിക്കുക. ഒരു ആനുകൂല്യം എനിക്ക് കിട്ടുന്നില്ല റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ അനർഹർ കുറേ കയറി കൂടിയിട്ടുണ്ട്. അർഹരായ ആളുകൾ പുറത്തുമാണ്. അതിനെല്ലാം ഒരു കുറ്റമറ്റതാക്കുന്ന രീതിയിൽ എത്തണമെങ്കിൽ വാർഡ് തലത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ച് സർവകക്ഷി യോഗം എല്ലാവരും കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്ത് ആ ഇതിലേ ഉള്ളൂ. സർക്കാർ തലത്തിൽ മാത്രം പോരാന്നുള്ള ഒരു അഭിപ്രായമാണ്. ഈ വാർഡ് തലത്തിലുള്ള ജനപ്രതിനിധികളെ കൂടെ കണക്കിലെടുക്കണം. ഞാൻ ജനപ്രതിനിധി കൂടിയാണ്. ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ മാനദണ്ഡത്തിലുണ്ട്. എൻ്റെ പഞ്ചായത്തിൽ 6 ലോറിയിലാണ് നാഷണൽ പെർമിറ്റ് വണ്ടിയുള്ള ആള് ഈ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. വേദനിക്കുന്ന കോടീശ്വരൻ എന്നൊക്കെ പറയുന്നു. അതെ, വേദനിക്കുന്ന കോടീശ്വരൻ. അപ്പോൾ ഇവിടെ ഇപ്പം നേരത്തെ ബാലൻ സാർ പറഞ്ഞു ഇനിയും അവസരങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് സപ്ലൈ ഓഫീസിൽ പോയിരുന്നു, സപ്ലൈ ഓഫീസർ കാണാൻ വേണ്ടി ഒരു മെമ്മോറാണ്ടം കൊടുക്കാൻ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ഇനി ഇതിൽ കടന്നുകൂടാൻ വളരെ പ്രയാസമാണ്. കാരണം പുറത്ത് നിൽക്കുന്നവൻ കടന്നു കൂടാൻ വളരെ പ്രയാസമുണ്ട്. കാരണം 154 ലക്ഷം ആളുകൾ, 1,54 ലക്ഷം ആളുകളിൽ ഇപ്പോൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇനി അപേക്ഷ കൊടുത്താൽ അത് പരിഗണിക്കപ്പെടാൻ പ്രയാസമുണ്ട്. കാരണം ഇപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരാളെ അപേക്ഷ അവിടെ കൊടുത്താൽ അതതിൽ വന്നോളന്നില്ല. അത് ചിലപ്പം കോഴിക്കോടുള്ള ആളെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, എറണാകുളത്തെ ഒരാളായിരിക്കും അതിൽ കടന്നുകൂടുക. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളെ അല്ല, അതിന് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു? അതോ രാഷ്ട്രീയമായ കാരണങ്ങളാണോ, അതോ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച തെറ്റാണോ? അത് പറയാൻ പറ്റില്ല. ഇതിൻ്റെ മുമ്പ് നടന്നിരുന്നു. മുൻകാലങ്ങളിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നമ്മളെ എൻ്റെ വീടിൻ്റെ അടുത്തൊരാൾ വാഹനമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് BPL ലിസ്റ്റിൽ കടന്നുകൂടിയപ്പോൾ അയാൾ ഗ്രാമസഭയിൽ വന്ന് അയാൾ ശക്തമായിട്ട് അതിനെ എതിർത്തു. എൻ്റെ ലിസ്റ്റിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന്. അപ്പോൾ അയാൾ അതിൽ ഉൾപ്പെട്ടത് സത്യത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് തന്നെയാണ്. മുഹമ്മദ് അലി, നോക്കൂ, രാഷ്ട്രീയത്തിന്റെ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നതിന് ഞാൻ ഈ തിരുവനന്തപുരത്ത് കൈതമുക്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അനർഹർ കടന്നുകൂടുന്നതിന് പിന്നിൽ ചില ഇത്തരത്തിലുള്ള അഴിമതിക്കുള്ള സാധ്യതകൾ. അതായത് കേരളത്തിലെ ജനങ്ങളെ, ഈ കുടുംബങ്ങളെ ഞങ്ങൾ അറിയുമ്പോൾ ആർക്കറിയും? ഞങ്ങൾ 10, 600, 700, 800 കുടുംബങ്ങൾ വർഷങ്ങളോളമായി റേഷൻ കൊടുക്കുന്നവരാണ്. ഞാൻ ഓരോ വ്യക്തികളെ പറ്റി പറയുമ്പോൾ ആ പ്രദേശത്തുകാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ അയൽക്കാർ, ഞങ്ങളുടെ കുടുംബങ്ങൾ. ഞാൻ സംശയം ചോദിക്കട്ടെ, സർക്കാർ ഒരു പുതിയ നീക്കം ആരംഭിക്കുന്നു എന്നിരിക്കട്ടെ. അതായത് മുൻഗണനാ പട്ടികയിൽ അനർഹമായി സ്ഥാനം പിടിച്ചവരെ നിങ്ങൾ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് വേണമെങ്കിൽ നീക്കം ചെയ്യും. ഉൾപ്പെടുത്തുന്നതിലാണല്ലോ അഴിമതി വരുന്നത്. നീക്കം ചെയ്യുന്നത് അഴിമതി വരുന്നില്ല എന്ന് കരുതില്ല. നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങളത് കൊടുക്കൂ. ഞങ്ങൾ രഹസ്യമായി, കാരണം പരസ്യമായി കൊടുക്കുക പറഞ്ഞ പല വിഷയങ്ങളുണ്ടാവും. ഞങ്ങളിത് നേരത്തെ TN ജേക്കബ് സാർ മന്ത്രിയായ സമയത്ത് ഞങ്ങളിത് പറഞ്ഞിരുന്നു. നിങ്ങളിങ്ങനെ അനർഹരെ കംപ്ലീറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. നോക്കൂ, നമ്മൾ വലിയൊരു ചർച്ചയുടെ അവസാന ഭാഗമാണെങ്കിലും അതൊരു പ്രശ്നമുണ്ട്. കാരണം ഈ 154 ലക്ഷത്തിൽ അഥവാ 1,54 ലക്ഷത്തിൽ ഉൾപ്പെട്ടവരിൽ അനർഹർ ഏകദേശം 20-30% ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ ഒഴിവാക്കുമെന്നൊരു പ്രശ്നമുണ്ട്. ഇനി ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ഗ്രാമസഭ അതിന് ഏറ്റവും പറ്റാവുന്ന രീതിയിൽ അവിടെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇന്ന് കരണീയമായിട്ടുള്ള ഒരു സംഗതി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു അഖിലേന്ത്യാ പശ്ചാത്തലത്തിൽ ദാരിദ്ര്യത്തിലുണ്ടാകുന്ന ഒരു സംഗതിയും കേരളത്തിലേക്ക് വരില്ല. അവിടെയാണ് ഗവൺമെൻറ് ബുദ്ധിമുട്ടുന്ന സംഗതി. ഗവൺമെൻറ് അത് കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ തന്നെ നമുക്ക് പലതും വിനയായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വരും. അതിൽ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ മൊത്തത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം. സാർ, നമ്മളിങ്ങനെ ഒരു ചർച്ച ഉണ്ടായത് തന്നെ 2 കാര്യങ്ങൾ വന്നപ്പോൾ 19 ദിവസമായി റേഷൻ കാർഡ് അടഞ്ഞു കിടക്കുകയാണ്. അവിടെ അരി സാധനങ്ങളൊന്നുമില്ല. രണ്ടാമത് BPL ലിസ്റ്റ് പുറത്തിറങ്ങി മുഴുവൻ തെറ്റ് പറഞ്ഞാൽ പാവപ്പെട്ടവമെല്ലാം പുറത്ത്, പൈസക്കാർ മുഴുവൻ അകത്തുണ്ട്. ഇത് പരിഹരിക്കാൻ ഗവൺമെൻറ് 5 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവർക്കിത് പരിഹരിക്കാൻ കഴിയും. കാരണം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് താഴെ തട്ടിൽ ഗ്രാമസഭ മുതൽ അയൽസഭ വരെയുണ്ട്. അവിടെ വെച്ചിട്ട് ഇത് ചർച്ച ചെയ്യാൻ ഒഴിവാക്കപ്പെടുന്ന ഒരു കാര്യമുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ഉദ്യോഗസ്ഥ സ്ഥാനത്തേക്ക് കയറ്റിയല്ലോ.
അതൊക്കെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നടന്നു പോകുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷേ പാവപ്പെട്ടവൻ്റെ കാര്യം ഇത്രയും കൂടുതൽ നീട്ടിക്കൊണ്ടുപോകേണ്ട വലിച്ചു നീട്ടേണ്ട കാര്യമില്ല. ഗ്രാമസഭകൾ അടിയന്തരമായി വിളിച്ചു കൂട്ടാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുമായിരുന്നില്ലേ? ഒരു ഗ്രാമസഭയിലെ മുഴുവൻ ആൾക്കാരും BPL ആകാന്നല്ലാതെ ആരെയും അവർ അംഗീകരിക്കില്ല. കാരണം അതായത് എല്ലാവർക്കും മുഖം നോക്കുമ്പോൾ എങ്ങനെ പേര് പറയാ എന്നുള്ള ഒരു ധാരണ വരുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരാഴ്ചത്തെ മാധ്യമങ്ങളും പത്രങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ കാണും. ഇപ്പോൾ UDF ധർണുണ്ട്, LDF ധർണുണ്ട്, റഷാപ്പിന് മുന്നിൽ BJP ധർണുണ്ട്. ഉത്തരവാദികൾ ഈ ഇരിക്കുന്നവരാണെന്ന് വിചാരിക്കും. ഇതാരാണ് ഇതിന് ഉത്തരവാദികൾ? പരസ്പരം ഈ ധർണ കാര്യങ്ങൾ പരസ്പരം രാഷ്ട്രീയപരം നടത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പോകുക, നമ്മൾ ഇടപെടുന്നില്ല. അതിപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഒക്ടോബർ മാസത്തിൽ APL വിഭാഗത്തിൽപ്പെട്ടവർക്ക് അരി കിട്ടിയിട്ടില്ല. ഈ മാസം തീരാനായി. ഈ അരി ഇനി ഇവർക്ക് ഏത് സംവിധാനത്തിലൂടെ ഇവർക്ക് ലഭ്യമാവും? ഇതിന് ഉത്തരവാദിത്തം ആർക്ക്? പറയുന്നത് കേന്ദ്ര നിയമം ഇവിടെ നടപ്പിലാക്കാത്തത് കൊണ്ട് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കിട്ടാത്തത്. ശരിയാണ്. 3 വർഷം ഒരു നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കേരളം ഉൾപ്പെടെ നടപ്പിലാക്കാൻ മതിയായ കാലമാണ്. കേരളവും തമിഴ്നാട് മാത്രമേ ഈ നിയമം ഇപ്പം നടപ്പിലാക്കാത്തത്. വളരെ വലിയ പ്രശ്നമാണ്. ഒന്നുകിൽ ക്രിസ്തു പുനർജനിക്കേണ്ടി വരും. 4 ലക്ഷം മെട്രിക് ടൺ കൊണ്ട് 1,79,00,000 ആളുകളെ ഊട്ടാൻ. അതല്ലെങ്കിൽ അത്രയും ആളുകൾ സ്വമേധയാ റേഷൻ കടകളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകും. അതിനെക്കുറിച്ച് ഈ സർക്കാർ എന്തു പറയുമെന്ന് കൂടി അന്വേഷിക്കാം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയുടെ അവസാന ഭാഗം 1,79,00,000 വരുന്ന APL കാർഡ് ഉടമകൾ അഥവാ മുൻഗണനാ പട്ടികയിൽ സ്ഥാനം കിട്ടാതെ പോയവരും അവർക്ക് മാത്രമായി സർക്കാർ നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്ന 4 ലക്ഷം മെട്രിക് ടണ്ണും. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ശ്രീ ബാലൻ, ശ്രീ പി തിലോത്തമൻ്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് 4 ലക്ഷം മെട്രിക് ടൺ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇനി ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് ഇറ്റ്സ് ഗോയിങ് ടു ബി കോംപ്ലക്സ്. വളരെ സീരിയസും സങ്കീർണവുമാണ് പ്രശ്നം. നേരത്തെ നമുക്ക് ലഭിച്ചിരുന്ന അരിവിഹിതം, ആ അരിവിഹിതം വീണ്ടും ലഭിക്കുവാൻ ഇവിടെ ആരംഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അലംഭാവം കൊണ്ട്, അന്ന് ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ അലംഭാവം കൊണ്ട് തന്നെ നമുക്ക് ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെ കണക്കുകൾ സമർപ്പിച്ചിരുന്നെങ്കിൽ 3 രൂപക്ക് ഗോതമ്പും 2 രൂപക്ക് അരിയും ഈ വിഭാഗത്തിന് വിതരണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ ഈ പറയുന്ന അരിവിഹിതം എന്ന് പറയുന്ന അരി ഉൽപ്പാദനം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യധാന്യത്തിൻ്റെ 10% മാത്രമാണ്. ബാക്കി നമുക്ക് റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന ഒരു സാധനവും ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ എന്നുള്ള നിലയിൽ എല്ലാ ജനങ്ങൾക്കും ഇത് സൗജന്യമായി കൊടുക്കണം, ധാന്യങ്ങൾ സൗജന്യമായി കൊടുക്കണമെന്ന കാഴ്ചപ്പാടുള്ള ഒരു സർക്കാരാണ്. അതിന് പ്രായോഗികമായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും. ആ വിഷമങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആവശ്യമായ സബ്സിഡികൾ നൽകിയും റേഷൻ പൊതുവിതരണ സമ്പ്രദായം തീർച്ചയായും ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന്, എല്ലാം ശരിയാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു നീക്കം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് ഭക്ഷ്യവകുപ്പ് ഈ കുരുക്ക് പ്രത്യേകിച്ച് APL കാരുടെ കാര്യത്തിൽ, BPL കാര്യത്തിൽ നിലവിലുള്ള 10.4 ലക്ഷം മെട്രിക് ടൺ ഉപയോഗിച്ചുകൊണ്ട് അത് കൊടുക്കാമെന്നിരിക്കെ APL കാര്യത്തിൽ ഇനി ഇവർ റേഷൻ കടയിൽ വരേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കായിരിക്കും എത്തുക. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഉത്തരവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ് നിയമം അനുസരിച്ച് ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരെ സംബന്ധിച്ച് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചില നടപടികൾക്ക് വിധേയമാക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും കാലാനുസൃതമായി അത് പുതുക്കുന്നതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളിൽ APL ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ കുഞ്ഞിക്കണ്ണൻ, APL കാര്യത്തിൽ നിലവിലുള്ള APL ഏകദേശം 30 ലക്ഷം കാർഡ് ഉടമകളെങ്കിലും ഇനി റേഷൻ കടയിലോട്ട് പോകണ്ട. അങ്ങനെ വരാതിരിക്കണം. ഇപ്പോൾ കേരള ഗവൺമെൻറ്, ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ആവശ്യപ്പെടേണ്ടത് കേരളത്തിൻ്റെ ഭക്ഷ്യവിഹിതം കേന്ദ്രം വർദ്ധിപ്പിക്കണം. 1. 2, അതുകൊണ്ട് തന്നെ ഇന്നുള്ള യാന്ത്രികമായിട്ടുള്ള APL BPL വിഭജനം സാർവത്രിക പൊതുവിതരണ സംവിധാനം എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് ഞാൻ വാദിക്കുക. 1. 2. 3, ഈ പ്രക്രിയ കഴിയാവുന്നത്ര സുതാര്യമാക്കാൻ ശ്രമിക്കുക. കാരണം ഇന്ന് അതിനുള്ള ഒരു ശ്രമം കേരള ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് ഫുഡ് കോർപ്പറേഷനിൽ നിന്ന് റേഷൻ കടകളിലേക്ക് അരി കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടറൈസേഷൻ, ഈ ബയോമെട്രിക്കലായിട്ടുണ്ടാകുന്ന കാർഡ്, അതുപോലുള്ള സംവിധാനങ്ങൾ, വിതരണ സംവിധാനത്തിലുള്ള ആൾക്കാരെ വിശ്വാസത്തിലെടുക്കുക, അതുപോലെ ആ കാര്യങ്ങൾ ചെയ്യുക. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കേരളത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നവരായാലും കേരളം ഭരിക്കുന്നവരായാലും കേരളം പോലുള്ള സംസ്ഥാനത്ത് സാർവത്രിക റേഷനിങ് സമ്പ്രദായത്തിന് വേണ്ടി വാദിക്കണം. അതിനനുസരിച്ച് രൂപത്തിലുണ്ടാകുന്ന കേന്ദ്രത്തിൻ്റെ ഭക്ഷ്യവിഹിതം വർദ്ധിപ്പിക്കണം. ഈ കുരുക്കഴിക്കാൻ ശ്രീ തിലോത്തമൻ വിചാരിച്ചാൽ നടക്കില്ല. ഈ കുരുക്കഴിക്കാൻ ഇനി ആകെ സാധ്യതയുള്ളത് BJP ഗവൺമെന്റിനാണ്.
ഇത് സമയബന്ധിതമായി പ്രവർത്തനം പൂർത്തിയാക്കാത്തത് കൊണ്ടുണ്ടായ താൽക്കാലികമായിട്ടൊരു ക്രൈസിസാണ്. 34 സംസ്ഥാനങ്ങളിൽ ചെയ്ത ഒരു കാര്യം എന്തുകൊണ്ട് കേരളത്തിനും തമിഴ്നാട് ചെയ്യാൻ കഴിഞ്ഞില്ല? അങ്ങാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയെങ്കിൽ ഈ 1,79,00,000 വരുന്ന APL വിഭാഗത്തിന് 4 ലക്ഷം മെട്രിക് ടൺ അരി കൊണ്ട് എങ്ങനെ പോറ്റും? ഈ യോഗത്തിൽ രാംവിലാസ് പാസ്വാൻ പറഞ്ഞ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചാൽ ഉത്തരമാകും. There are some issues like bifurcation of NSA and state specific programs. The center is ready to talk with the state government and tackle the issues. ഇതാണ് ഇതിന്റെ വിഷയം. അതിനാവശ്യമായ ഒരു നിമിഷം ഇവിടെ കേരളം എന്റെ സംശയം ഇതാണ്. KB തോമസുമായി AK ആന്റണി സംസാരിക്കുന്നു. AK ആന്റണി രണ്ടാമനായ UPA ഗവൺമെന്റിന് സാധിക്കാത്തത് BJP ഗവൺമെന്റ് കേരളത്തിനോട് ചെയ്തു കൊടുക്കുമെന്ന് അങ്ങേക്ക് ഉറപ്പ് തരാൻ പറ്റും? 100% ഞാൻ ഉറപ്പ് തരും. അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. മറിച്ച് വിഷയം അതല്ലല്ലോ അരുൺ. ഇവിടെ തൊട്ടപ്പുറത്ത് 6 വാഹനമുള്ളവൻ BPL-ലാവുകയും അല്ലെങ്കിൽ മുൻഗണനാ പട്ടികയിലാവുകയും ഇപ്പുറത്ത് അട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്നതിന് കാരണം എന്താ? ഇത് പരസ്യപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ട് വിവരങ്ങൾ പങ്കുവെക്കുന്നില്ല? ബഹുജനങ്ങൾ ഈ പറഞ്ഞ മാതിരിയിൽ ഒരു സോഷ്യൽ മോണിറ്ററിംഗ് ഇതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. കാലം വികസിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഒരു സോഷ്യൽ മോണിറ്ററിംഗ് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള 6 വാഹനക്കാരൻ ഇല്ലാതാക്കണമെന്ന് പറയില്ല. സർ, അയാളെക്കാൾ യോഗ്യൻ ഞാനല്ലേ എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ ഏത് അധികാരിക്കാണ് കണ്ണു ചിമ്മാൻ സാധിക്കുക? ഇത് കേരളത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഇത് രഹസ്യമായി സൂക്ഷിക്കുകയും മറ്റു താല്പര്യങ്ങളിലൂടെ ഇത് പുറത്തു വരാതിരിക്കുകയും ചെയ്യുന്നതല്ലേ കേരളത്തിൻ്റെ ശാപം? ഈ ചർച്ച എനിക്ക് തോന്നുന്നു ഈ വിവരങ്ങൾ മധ്യപ്രദേശ് ചെയ്തതുപോലെ എന്തുകൊണ്ട് ബഹുജനങ്ങളുമായി പങ്കുവയ്ക്കുന്നില്ല? റേഷൻ കാർഡിലൂടെ ചേർക്കാൻ കൊടുത്ത വിവരങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നില്ല? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ബാലൻ? ഇന്ത്യയിലെ മറച്ചു വെക്കപ്പെടുന്നുണ്ടോ? മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് ഇതിൽ ഇടപെടേണ്ടത്. അത് ഇടപെടുന്നില്ലല്ലോ. 6 വാഹനങ്ങൾ അകത്തുള്ളവനും ഒരു കോറി നടത്തുന്ന എൻ്റെ അയൽക്കാരനും അകത്താകുന്നത് വിവരങ്ങൾ മറച്ചു വെച്ച് ഇതിനകത്ത് കയറി പറ്റിയത് കൊണ്ടല്ലേ? എൻ്റെ സുഹൃത്ത് റേഷനിങ് വിഭാഗത്തിൻ്റെ ഔദ്യോഗികമായി അദ്ദേഹത്തിന് പറയാൻ കഴിയും. മറച്ചു വെച്ച എത്ര രേഖകൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തുണ്ടാകും. ഒരു പക്ഷേ പരസ്യമായി തീർച്ചയായിട്ടും അത് ശരിക്കും ആരുടെ ഉത്തരവാദിത്വമാണ്? അത് ശരിക്കും നേരത്തെ പറഞ്ഞമായി ഗ്രാമസഭ ഉദ്യോഗസ്ഥന്മാർ ഇത് പരിശോധിക്കണം. ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പൂരിപ്പിച്ചു കൊടുത്ത ഫോറം ഇന്ന് ഇപ്രാവശ്യം വെച്ചത് ആധാർ കാർഡ് വെച്ചിട്ടാണ് പൂരിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അത് പരിശോധിച്ചാൽ ഒരു പരിധി കിട്ടും. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ റേഷൻ സാധനം യഥാസമയം എടുക്കാൻ FCIയുടെ പ്രശ്നം തന്നെയായിരുന്നു. ഇതും KB തോമസ് ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യഥാസമയം ഇത് എടുത്ത് തീർക്കാൻ കഴിഞ്ഞില്ല. അതിന് ഉത്തരവാദി FCI ആയിരുന്നു. ഞാൻ റേഷൻ വ്യാപാരി എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വേഗം കടന്നു വരുന്ന ഒരു അഴിമതിക്കാരനും ഒരു കൊള്ളക്കാരനായിരിക്കും. എല്ലാവരും മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരാതാ. പക്ഷെ അവൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവന് കിട്ടുന്നത് എന്താണെന്ന്? 500 കാർഡുള്ള ഒരു മിനിമം ഒരു റേഷൻ ഷോപ്പിൽ അവന് കിട്ടുന്നത് 50 കിൻഡൽ അരിയാണ്. ആ 50 കിൻഡൽ അരി അവന് വിറ്റിക്കുകയാണ് കിട്ടുന്ന കമ്മീഷൻ ഒരു കിൻഡലിന് 90 പൈസയാണ്, 90 രൂപ. ആ 90 രൂപ വെച്ചിട്ട് 4500 രൂപ അവന് കിട്ടും. ആ 4500 രൂപയിൽ അവന് അതിൻ്റെ പകുതി ലോറിക്കൂലി കൊടുക്കണം. കഴിച്ച് അവന് കിട്ടുന്നത് വളരെ തുച്ഛമായ 2000 രൂപയാണ്. ആ തുച്ഛമായ സംഖ്യയും വെച്ചിട്ട് ഒരു റേഷൻ കട നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ആർക്കും ഇന്ന് സാധ്യമല്ല. വെറും 2000 രൂപക്ക് നിങ്ങൾ എന്തിനാ അതും പിടിച്ചു നിൽക്കണേ? ഇട്ടെറിഞ്ഞ് പോയിക്കൂടെ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആരും ഈ പണിയെടുക്കണ്ടല്ലോ. പിന്നെ അതേമാതിരി വേറെ കാര്യം സാർ, ഞാൻ വായക്കാട് പഞ്ചായത്തിൽ ഞാൻ ഇത് സമീപിച്ച്, ഞാൻ ഇതിന് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമീപിച്ച്. അപ്പോൾ റെസിപ്റ്റ് കിട്ടുന്നതിന് മുൻപ് എന്നോട് ചോദിച്ച് എനിക്ക് വാഹനമുണ്ടോ, നിന്റെ വീട് വാർപ്പിട്ട വീടാണോ, അങ്ങനെ ഓരോ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഈ ചേച്ചി താമസിക്കുന്നത് പിന്നെ വാടക വീട്ടിലാണെങ്കിൽ അത് ചിലപ്പം വാർപ്പിട്ട വീടായിരിക്കും. അത് കരുതി ആ ചേച്ചി കോടീശ്വരനാണ്. ഇതേപോലെയാണ് കേരളത്തിലെ എല്ലാവരും വാർപ്പിട്ട വീടാണ്. പാവപ്പെട്ടവർക്ക് ഗവൺമെൻറ് എന്താ കൊടുക്കണത്? വാർപ്പിട്ട വീടല്ലേ, ഓലമേഞ്ഞ വീട് കൊടുക്കണ്ടോ? നിങ്ങൾ ഈ ചേച്ചി പറഞ്ഞ പോലെ നിങ്ങൾ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡോ വിളിച്ച് ചേർത്തിട്ട് അവിടെ കൂടി ആൾക്കാരോട് ചോദിക്ക്, എന്താണ് നിങ്ങളുടെ സ്ഥിതി, എന്താണ്, എന്തൊക്കെ അറിയാലോ, പരസ്പരം അറിയാം. എൻ്റെ അടുത്തുള്ളവൻ എനിക്ക് അറിഞ്ഞൂടെ? അതിൽ നിന്ന് ഇവരെ ഒഴിവാക്കിക്കൊണ്ട് നല്ല തിരഞ്ഞെടുക്കാൻ പറ്റൂലേ? ഈ പ്രശ്നങ്ങൾ സ്വീകരിക്കാൻ, ഈ അപേക്ഷ സ്വീകരിക്കാൻ എവിടെയാണ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഒരു ജാഗ്രത കുറവ് ഈ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ ചർച്ചകളിലൊക്കെ ഉരുത്തിരിഞ്ഞിരുന്നു. ഈ അനർഹരെ ഒഴിവാക്കുന്നതിനും കാര്യങ്ങൾ ത്വരിതഗതിയിലാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒഴിഞ്ഞുമാറൽ, ഉത്തരവാദിത്വക്കുറവ് കാണുന്നുണ്ട്. അത് ശരിയല്ല. അധികാരം എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വമാണ്. അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. ഏത് ഗവൺമെൻറ് ആയാലും ഈ അനർഹരെ ഒഴിവാക്കുകയും ആ അർഹരെ കൂട്ടിച്ചേർക്കുകയും ഇതൊക്കെ ശരിയായ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യേണ്ട ചുമതല തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനാണ്. ചുമതല നിർവഹിച്ചേ പറ്റൂ. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് നിന്നാൽ
ജനങ്ങളുടെ മുൻപാകെ പ്രതിഷേധവും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. നിങ്ങളൊരു മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ഇത് കാർഡായിട്ട് ചെന്നാൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ലാസ്റ്റ് ഇവർ വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലും. വില്ലേജ് ഓഫീസിൽ നിന്ന് അവിടുന്ന് മടക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടേണ്ട ഈ രോഗി മരിക്കുക ചെയ്യുന്നത്. നിങ്ങൾ ഇത് ഒരാഴ്ച അരി കിട്ടി, 2 ആഴ്ച അരി കിട്ടിയില്ല, ഇങ്ങനെ പറഞ്ഞ് ഇത് ചർച്ച ചെയ്തിട്ട് 2 ഗവൺമെൻറ്റിനും പൈചാരിയതുകൊണ്ടോ കേന്ദ്രത്തെ പൈചാരിയതുകൊണ്ടോ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന് തക്കതായ മറുപടി ഈ ജനകീയ കോടതിയിൽ നിന്ന് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. 1000 അനർഹർ കടന്നുകൂടിയാലും ഒരു അർഹൻ പോലും ലിസ്റ്റിൽ നിന്ന് പുറത്താകാനാവാത്ത വിധം പഴുതടച്ചതാവണം മുൻഗണനാ പട്ടിക, ദാരിദ്ര്യത്തിന്റെ മുൻഗണനാ പട്ടിക. മാതൃകാ വികസന കേരളത്തിന് അപമാനകരമാകരുത്. സിവിൽ സപ്ലൈ ഓഫീസിൽ മുൻഗണനാ പട്ടികയുടെ ഫോറം പൂരിപ്പിച്ചു നൽകിയപ്പോൾ അതിനെ മൂലക്കിട്ട ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മനസ്ഥിതി. ആ ഫയലുകളിലെല്ലാം, ആ ഫോറങ്ങളിലെല്ലാം ജീവിതമുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഓരോ റേഷൻ കാർഡും ഓരോ സർട്ടിഫിക്കറ്റാണ്. നമ്മൾ ജീവിക്കുന്നു എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ്, മലയാളികൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ്, നമ്മളുടെ ജീവിതത്തിൻ്റെ സർട്ടിഫിക്കറ്റ്. ഓർമ്മയുണ്ടാവണം എല്ലാവർക്കും. വീണ്ടും എത്താം അടുത്തയാഴ്ച. അതുവരെ മലയാളിയുടെ വർത്തമാനകാലത്തിന് വർത്തമാനം കേരള സമിതി ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.